മോസ്റ്റ് ഓഫ് ആൾക്കാരും വിചാരിക്കണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ടൈം ഈ ബിസി ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ലൈഫിൽ സക്സസ് ആവില്ലേ? പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഔട്ട്കംസ് അല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എത്രത്തോളം വോളിയം ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ ബേസ് ചെയ്തിട്ടേക്കാരം ഈ പ്രൊഡക്ടിവിറ്റി നമുക്ക് കണക്കാക്കാൻ പറ്റുക. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു മാനേജ് യുവർ ടൈം എഫിഷ്യൻ്റ്ലി. നിങ്ങൾ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് മുബഷിർ. ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടിപ്സും അതുപോലെ തന്നെ നമ്മളെ ടൈം എഫിഷ്യൻ്റായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ആ സംഭവങ്ങൾ എങ്ങനെ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോ ദിവസത്തിലും അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് മാനേജ് യുവർ പ്രയോറിറ്റീസ്. നമ്മളെല്ലാവരും ടൈം മാനേജ്മെൻറ്റ് ചെയ്യും, ബട്ട് നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവില്ല. കാരണം എത്രങ്ങാനും കുറേ സംഭവങ്ങൾ ചെയ്യാണ്ടാവും, നമുക്ക് കുറേ ടാസ്കുകൾ, ഹാബിറ്റ്സുകൾ. അതിൽ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് തന്നെ ഈ മാനേജ് യുവർ പ്രയോറിറ്റി ആണ്. ടൈം നമ്മളെ പ്രയോറിറ്റി മാനേജ് ചെയ്യാനായിട്ട് മെയിനായിട്ട് 4 ഫ്രെയിം വർക്കാണ്. അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് ഇമ്പോർട്ടൻറ്റ് പ്ലസ് അർജൻറ്റ്. അതായത് നമുക്ക് വല്ല ക്ലയൻസിനെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എക്സാമോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട സംഭവങ്ങളുണ്ടോ, ആ സംഭവങ്ങൾ ഒരിക്കലും പ്രോക്കാസ്റ്റിനേഷൻ ചെയ്യാതെ ഡിലേ ചെയ്യാതെ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. രണ്ടാമത്തെ സംഭവമാണ് ഇമ്പോർട്ടൻറ്റ് പ്ലസ് നോട്ട് അർജൻറ്റ്. ആ സംഭവം നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാരം അല്ലെങ്കിൽ നമ്മളെ ഗോൾസിലേക്കില്ല ആ ഒരു ഡയറക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവിക്കാനും, ബട്ട് അതിന് അർജൻറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ വല്ല നെക്സ്റ്റ് വീക്കിനോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കണ്ടന്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ സംഭവങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ പുതിയ സംഭവങ്ങൾ പഠിക്കാനോ ഇപ്പം എന്തുണ്ടാവില്ല, അർജൻറ്റ് ഉണ്ടാവില്ല, ബട്ട് അതെന്തേ കാരണം ഇമ്പോർട്ടൻ്റ് ആയിക്കാരം. ആ സംഭവങ്ങൾ എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കുക, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചെയ്യുക. ഷെഡ്യൂൾ ചെയ്ത് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവം മറക്കാതിരിക്കുക, ഫോർഗെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ സംഭവമാണ് നമുക്ക് നോട്ട് ഇമ്പോർട്ടൻറ്റ് പ്ലസ് അർജൻറ്റ്. സംഭവം ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് അത് അർജൻറ്റാണ് ചെയ്യല്. അതായത് ചെറിയ സംഭവങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ, അധികം ഔട്ട്പുട്ടൊന്നും ഉണ്ടാക്കി തരാൻ പറ്റുമോ അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റാത്ത, അധികം ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവില്ല. അത് ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല, ബട്ട് അർജൻറ്റേക്കാണ്. ആ സംഭവങ്ങൾ എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യുക. അതായത് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി, ആ സംഭവങ്ങൾ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, കുറയ്ക്കുക. ലാസ്റ്റ് സംഭവമാണ് നോട്ട് ഇമ്പോർട്ടൻറ്റ് പ്ലസ് നോട്ട് അർജൻറ്റ്. എല്ലാവരും ചെയ്യേണ്ട സംഭവം ഇതേ കാരണം നമ്മുടെ ലൈഫിൽ ഇവര് ഇമ്പോർട്ടൻ്റ് ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം ഒന്നും ആ ഹാബിറ്റിലോ അല്ലെങ്കിൽ ആ ടാസ്കിലും ഉണ്ടാവില്ല. അതായത് ആ സംഭവം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഔട്ട്കംസോ ഒരു ഔട്ട്പുട്ടോ കിട്ടൂല, ബട്ട് നമ്മൾ ഇൻപുട്ട് അതിനിങ്ങനെ കൊടുത്തുകൊണ്ട് വെക്കും. അങ്ങനത്തെ സംഭവങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എലിമിനേറ്റ്, ആ സംഭവങ്ങൾ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ അതാണ് ഞാൻ നമ്മളെ പ്രയോറിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 4 ഫ്രെയിം വർക്ക്. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അർജൻറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, അർജൻറ്റ് ഇല്ലാത്ത സംഭവങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ നമുക്ക് ലെസ് വാല്യൂബിൾ ആയ സംഭവങ്ങൾ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്തിങ്ങനെ കൊണ്ടുവരിക. രണ്ടാമത്തെ സംഭവമാണ് കീപ്പ് ടു ഡു ലിസ്റ്റ്. അതായത് നാളെ ടുമോറോ എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യുക, ഇന്ന് തീരുമാനിക്കുക. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എഴുതിയോണ്ട് ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അതായത് നാളെ ഇപ്പം എണീറ്റോടെ എന്ത് സംഭവം ചെയ്യണം, ആ സംഭവം എത്ര ടൈമിൽ ചെയ്യണം, ആ ടൈമിൽ തന്നെ എത്ര ടൈമിലേക്ക് വരെ ചെയ്യണമെന്നും എവിടെ വെച്ച് ചെയ്യണമെന്നും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടു ഡു ലിസ്റ്റിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ റീഡ് എ ബുക്ക് അറ്റ് 7 PM for 30 minutes ഇൻ മൈ സ്റ്റഡി ബെഞ്ച്. അതായത് ഞാൻ ബുക്ക് വായിക്കും എവിടെ വെച്ചിട്ട്, ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട്. എന്നിട്ട് എപ്പോൾ 7 മണിക്ക്, പിന്നെ എത്ര ടൈമിലേക്ക് വരെ, 30 മിനിറ്റിലേക്ക് വരെ. ഇങ്ങനത്തെ സംഭവം എന്ത് ചെയ്യുക, ഒരു ടു ഡു ലിസ്റ്റ്, എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാണ്ടെന്ന് എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യുക, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നോ കൺഫ്യൂഷനേ കാരണം. പിറ്റേന്ന് ഇങ്ങനെ എണീറ്റിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ ഗോൾസിന് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു, ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ബുക്ക് വായിച്ചു, ഇനി അടുത്ത് എന്ത് ചെയ്യും, ഫുൾ ഒരു കൺഫ്യൂസ്ഡായി കാരണം. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് എന്തൊക്കെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, എത്ര ടൈമിലേക്ക് വരെ, ഒരു ടൈം ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെ യു വിൽ കംപ്ലീറ്റ് യുവർ ആൾ ടാസ്ക്സ്. നമ്മളെ ഈ എഴുതി വെച്ചതുകൊണ്ട് നമ്മളെ ബ്രെയിനിന് അത് അവയർനെസ് ഉണ്ടാവും ഈ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യാനുള്ള ടാസ്കുകളും ഹാബിറ്റ്സുകളൊക്കെ മറക്കാതെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. മൂന്നാമത്തെ മെയിനായിട്ടുള്ള പോയിന്റാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ദി ബിഗ് ടാസ്ക്സ്. ഇവിടെയാണ് എല്ലാവരും ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഫെയിൽ ആവുന്നത്. എല്ലാവരും ഷെഡ്യൂൾ ചെയ്യും, എല്ലാവർക്കും അറിയുണ്ടാവും ടാസ്ക് എന്താണ്, ബട്ട് ഒരു തുടങ്ങി എന്ത് ടാസ്ക് ചെയ്തിട്ടാലോ ഏറ്റവും ഈസി ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്തു തുടങ്ങും. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും അതായത് കൂടുതലും നമുക്ക് ഇതുണ്ടാവുമല്ലോ, ഒന്നും കൂടിയും കൂടുതൽ മെന്റലി അല്ലെങ്കിൽ ഹാർഡായിട്ട് ചെയ്യേണ്ട സംഭവങ്ങളും ആ സംഭവങ്ങൾ ജീവിതത്തിൽ ഫസ്റ്റ് ചെയ്യാം, ആ ദിവസത്തിൽ ഫസ്റ്റ് ചെയ്യാം.
പിന്നെ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുക, അതുപോലെ തന്നെ അടുത്ത എന്താണ് വീഡിയോക്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ഒരു ദിവസത്തിൽ. ബാക്കിയുള്ളതൊക്കെ ബുക്ക് വായിക്കുക, പോഡ്കാസ്റ്റ് കേൾക്കുക, ജിം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അധികം മെന്റലി എഫേർട്ട് ഇടേണ്ട സംഭവങ്ങളില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ട സംഭവം എൻ്റെ ഒരു ദിവസത്തിൽ. അപ്പം എന്ത് ചെയ്യുക, ഈ സംഭവങ്ങൾ ഫസ്റ്റ് ചെയ്യുക. ഏർലി മോർണിംഗ് എന്ത് ചെയ്യുക, നമ്മൾ എണീറ്റുകൂടി ഫസ്റ്റ് സംഭവം കണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഏറ്റവും നമുക്ക് ബിഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും കൂടി ഹാർഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. 4ാമത്തെ സംഭവമാണ് സേ നോ. നിങ്ങൾ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി വെക്കും എന്തൊക്കെ ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കും, അതായത് ഓരോ ദിവസം നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ പോകുക. പെട്ടെന്ന് നിങ്ങൾ ഫോണൊന്ന് കോൾ ചെയ്താൽ തന്നെ നിങ്ങൾ യെസ്സും പറഞ്ഞ് നിങ്ങൾ പോകും. കാരണം ആർക്കും എന്താ അറിയില്ല, നോ പറയാൻ പേടിയാണ്. നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ കുറേ ഹാബിറ്റ്സുകളും ടാസ്കുകളും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയുന്നേ വേണ്ടി വരും. കാരണം നമ്മളെ ടൈം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ടൈം ഉപയോഗിച്ചിട്ട് ടൈം ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സംഭവം ബിൽഡ് ചെയ്യുന്നത്. ആ ടൈം നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ സംഭവങ്ങളും ടാസ്കുകളും ഹാബിറ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് സേയിങ് നോ.